പറഞ്ഞാൽ ഇപ്പൊ ചേട്ടൻ ആദ്യം കയറിയ അല്ലെങ്കിൽ ആ ഭാഗത്ത് അന്നത്തെ ഒരു ഏകദേശം പ്രായമുള്ള ആന 7 വർഷം തൊട്ട് 7 വർഷം മുമ്പ് വരെ ജീവിച്ചിരുന്നത് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും അവിടെ പോയി കണ്ടു. അവരറിയാതെ ഞാൻ പോയി കണ്ടു. ഞാൻ ഇതിന്റെ കൊണ്ടേ കൊടുത്തുള്ളൂ. പിന്നെ അവരെന്റെ രീതിയും സ്വഭാവവും അല്ല ശരീരമൊക്കെ മാറിപ്പോയില്ല. അപ്പൊ അവർക്ക് അറിയണമെന്നില്ല. അപ്പൊ ഞാൻ അവിടെ ചെന്ന് പഴയ ആളാന്ന് പറയുമ്പോൾ അന്നത്തെ അവിടുത്തെ പാപ്പന്മാർക്ക് ഒരു വിഷമം വരും. അതുകൊണ്ട് ഞാൻ എന്നെ അകത്തുനിന്ന് കണ്ടിട്ട് പോന്നു. ചേട്ടൻ അറിഞ്ഞോ ആന ശരിക്കും? ഇല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അത്ര വാടകെടുത്താണ്. അപ്പോൾ അറിഞ്ഞിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ടാവാ ഇല്ലായിരിക്കാം. പക്ഷെ നമുക്ക് അത് കയറി ചെല്ലുന്ന ഒരു മാന്യതയില്ലാത്ത ഞാൻ പോകും. ഈ തൊഴിലിന് ചേർന്ന കാര്യം. അല്ല, അത്രയും വർഷത്തിന് ശേഷം, എത്രയോ വർഷം, 10, 55 വർഷത്തിന് ശേഷം ആന 50 കൊല്ലം കഴിഞ്ഞ് ഞാൻ കാണുമ്പോൾ ആന അറിഞ്ഞു എന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യമല്ലല്ലോ. അറിയുമെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ ചേട്ടന് പിന്നെ ഈ നമ്മുടെ ശരീരത്തിന്റെ ഗന്ധം ഓക്കെ, ആന ശ്വസിച്ച് അത് എടുക്കും. അല്ലാതെ ഒരു ശബ്ദം ഒരാണെങ്കിൽ സെപ്പറേറ്റ് അങ്ങനെ വല്ലതും ഉണ്ടാകും? ശബ്ദം കുറച്ചെല്ലാം അംഗീകരിക്കും. മനുഷ്യന്റെ ശബ്ദത്തിന് മാറ്റം വരും. പ്രായം കഴിയുമ്പോൾ മാറ്റം വരും. ചെറുപ്പത്തിലെ സൗണ്ട് വരും, അങ്ങനെ മാറ്റം വരും. അതുകൊണ്ട് സൗണ്ട് കൊണ്ട് കൃത്യമായിട്ട് അറിയണമെന്നില്ല. പക്ഷെ അതിന്റെ മണം അറിയാം. വാടകെടുക്കൽ എന്ന് പറയും ആന ഭാഷയിൽ. അത് 2 കിലോമീറ്റർ അപ്പുറത്ത് ഇതിന്റെ ആനയ്ക്ക് ഇഷ്ടമുള്ള ആനക്കാരൻ വരുമ്പോൾ, ഇഷ്ടമില്ലാത്തവർ വന്നാൽ നോക്കുകയില്ല. ഇഷ്ടമുള്ള ആനക്കാരൻ ഒരു ആന അറിയും. അവിടെ വന്ന് ആന അറിയിക്കുകയും ചെയ്യും. അത് നല്ല രണ്ടാം പാപ്പാൻ നല്ല ആളാ നിൽക്കുന്നെങ്കിൽ അവന് മനസ്സിലാവും പിന്നെ ആൾ വന്നിട്ടുണ്ട്. പിന്നെ അവൻ ആരോടും പറയല്ല, കാരണം പറയുന്നത് മോശമല്ലേ, അവന് ഇച്ചിരി വില കുറയല്ലേ. അതുകൊണ്ട് ആരും പറയരുത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒഴിഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങി കഴിഞ്ഞാൽ താമസിച്ച് കഴിഞ്ഞ് ഇറങ്ങി പോന്നു കഴിഞ്ഞാൽ വീണ്ടും കയറി ചെല്ലാതിരിക്കുക. അല്ലെങ്കിൽ ദൂരെ ഇപ്പൊ പൂരത്തിനൊക്കെ നമുക്ക് കാണാതിരിക്കാൻ പറ്റത്തില്ല അല്ലേ? പക്ഷെ അതൊന്നും കുഴപ്പമില്ല. അല്ലാതെ നമ്മൾ ഒരു സ്ഥലത്തോണ്ട് ആന കെട്ടിയിട്ടിരിക്കുമ്പോൾ കയറി ചെന്നുള്ള പഴയ സൗഹൃദമോ പഴയ ആ സൗഹൃദത്തിന് പോകരുത്. അതിന്റെ കേസ് എന്താ വെച്ചാൽ ഈ ആനയ്ക്ക് ആരെയാ ഇഷ്ടം, ഈ ആനയ്ക്ക് ആരോടാ താല്പര്യം? ആദ്യത്തെ ആനക്കാരനാണോ, രണ്ടാമത്തെ ഇപ്പൊ കൊണ്ടു നടക്കുന്നതിനാണോ താല്പര്യം? ആ താല്പര്യം ഇല്ലാത്തവനെ അതിൽ താല്പര്യം കുറഞ്ഞവനെ കൊടുക്കുകയാണ്. അതിപ്പോ ചെറുപ്പത്തിലേ നോക്കണ്ട, വലുപ്പമായിട്ട് ഒന്നും നോക്കണ്ട. ഇപ്പൊ കൊണ്ടു നടക്കുന്ന ലെവലിൽ ഒരു മര്യാദ നല്ല സുഖമായിട്ട് ആനയ്ക്ക് ശരീരത്തിന്റെ സുഖത്തോടു കൂടി കൊണ്ടു നടക്കുകയാണെങ്കിൽ പഴയ ആനക്കാരന്മാർക്ക് കൊടുക്കുകയാണ്. അത് ആനക്കാരുടെ സ്വഭാവം അനുസരിച്ച്, അതിനെ നോക്കുന്നതനുസരിച്ചാണ് ഓടിയിലും ചാടിയിലും വരുന്നത്. അപ്പൊ ഈ അർജുനൻ തെക്കേക്കൂട്ട് രാമേന്ദ്രൻ ആദ്യം, അർജുനൻ രണ്ടാമത്. ഈ 2 ആനയിൽ ഏകദേശം എത്ര വർഷം വീതം ഉണ്ടായിരുന്നു? അത് ഒരാനക്കൊരു 3 വർഷം, 2-3 കൊല്ലം. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ അന്നത്തെ അച്ഛന്റെ കാലത്തല്ല അപ്പൂപ്പന്റെ കാലത്തും ചേട്ടന്റെ കാലത്തും ഒക്കെ 2-3 ആനകൾ ഒരു ടൈമിലുണ്ട്. അതെങ്ങനെയായിരുന്നു ശരിക്കും? 10 ആനകളുള്ള ആൾക്കാരുണ്ടായിരുന്നു. അത് നമുക്ക് നമ്മുടെ 2ാം ചട്ടക്കാരന് വഴിയാക്കി കൊടുക്കുക. അവനും കഴിവുകളാണ്. ഇത് കഴിവ് കുറഞ്ഞവരാരും ഇല്ല അന്നത്തെ കാലത്ത്. എല്ലാവരും നമ്മളൊരു വിശ്വാസത്തെ പുറത്ത് പേരിന്റെ പുറത്ത് ഏൽപ്പിക്കുന്നതാണ്. നമ്മളെ ഉടമസ്ഥനെ ഏൽപ്പിക്കുന്നു, നമ്മൾ ഇവരുടെ കൊടുക്കും. എന്നിട്ട് എല്ലായിടത്തും ചെല്ലും. പണിയുന്നിടത്തും കൂപ്പിലാണെങ്കിൽ കൂപ്പിൽ, എഴുന്നേൽപ്പിലാണെങ്കിൽ എഴുന്നേൽപ്പിൽ ചെല്ലും. എന്നും ചെല്ലാൻ പറ്റിയല്ല. അന്നത്തെ കാലത്ത് ഇതുപോലെയുള്ള സൗകര്യങ്ങളൊന്നുമില്ല, വാഹന സൗകര്യമൊന്നും ഇല്ല. ബസ്സിന് വേണ്ടേ പോ, അങ്ങനെ ചെല്ലാന്നുള്ളതൊക്കെ ചെല്ലും. പക്ഷെ നമ്മൾ ചെന്നില്ലെങ്കിലും അതിന്റെ കാര്യം നമ്മൾ ഏൽപ്പിക്കുന്ന ആളിനെ പോലെ ഉത്തരവാദിത്തം ചെയ്യുന്ന ആളല്ല ഉണ്ടാവും നിൽക്കുന്നു. നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണല്ലോ നിൽക്കുന്നത്. അതെ, അങ്ങനെ ഒരാളിനെ നിർത്താൻ പറ്റുള്ളൂ. അതിനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കുന്ന ഒരാളിനെ 2ാം പാപ്പാനായിട്ട് അന്ന് നിർത്തുള്ളൂ. നമുക്ക് ചെല്ലാൻ പറ്റിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെയുള്ള പാപ്പാമാരുടെ ക്ഷാമം കൊണ്ടാണ് എല്ലാവരും ഓരോന്നാക്കിയത്. അന്നില്ല, അത് കഴിഞ്ഞ് പിന്നെ ഇല്ലാതെ വന്നില്ല. ഇപ്പൊ വന്ന് ആനകള് വളരെ കുറച്ച് തുച്ഛമായ ആനകളായി. ഇപ്പം 300 മുകളിൽ ആനയല്ലേ ഉള്ളൂ. അത് വലിയ പ്രശ്നമാണ്. കാരണം ഒന്നല്ലേ ആന പിടിക്കണം, അല്ലെങ്കിൽ അന്യ സംസ്ഥാനത്ത് നിന്ന് കൊണ്ടുവരണം. എന്തിനാ ഈ ആനകളെ പിടിക്കാൻ? ഈ പരിസ്ഥിതികളും മൃഗതകളും സമ്മതിക്കാതെ. ഇപ്പൊ ഇന്ന് വരും, നാളെ വരും, ഡൽഹിയിൽ നിന്ന് വരും, അല്ലെ ബീഹാറിൽ നിന്ന് വരും. ഒരിടത്തുനിന്ന് ഒരാന, ബീഹാറിൽ ആന ഇല്ലല്ലോ, അവര് റിലയൻസ് വാങ്ങിച്ചല്ലോ. ഇനി ഒരാനയും വരികയില്ല. പിന്നെ അരുണാചലിലായിരുന്നു പിടിച്ച് ഇങ്ങോട്ട് കടത്തിക്കൊണ്ട്. നമ്മുടെ ഗൗതം വർഗീസ് എന്ന് പറയുന്ന ആളില്ലേ, പാപ്പാലപ്പുറം പുതുപ്പള്ളി, അദ്ദേഹത്തിന് അനിയനായിരുന്നു ഇത് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. അതുകൊണ്ട് ആനവരവ് ഇനിയും കുറയും. അരുണാചലിൽ നിന്നും ഇല്ല. ഇനി അങ്ങനെ ആന കടത്താനുള്ള സംവിധാനങ്ങൾ നമ്മുടെ ഗവൺമെന്റിന് ഇല്ലതാനും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഗോപി, കൊച്ചുപുരക്കൽ ഗോപി. അതൊരു 4 വർഷം കൊണ്ടാണ് അല്ലേ? അത് അങ്ങനെ വഴക്കുള്ള ആനയായിരുന്നു? വഴക്കുണ്ട്, എന്നാലും വലിയ ഓവർ വഴക്കെന്ന് പറയാൻ. എന്നാ വഴക്കുണ്ടെന്ന് ചോദിച്ചാൽ നല്ല വഴക്കുക. അത് ഞാൻ അപ്പം അതെൻ്റെ ഏൽപ്പിക്കുമ്പോൾ പുള്ളി പറഞ്ഞത്,
ഞാനിതിനെ 12-14 കൊല്ലമായി മേടിച്ചിട്ട് പള്ളിക്കൊരു കുർബാന നടത്താൻ കാശ് കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു അതൊന്നും ഞാൻ ഉത്തരവാദിത്തം ഏൽക്കുകയില്ല. ഇതിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. കൊണ്ടുപോയി നോക്കാൻ പറഞ്ഞ് കൊണ്ടുപോകുന്നു. പിന്നെ ഇവിടെ കൊണ്ടുവന്നൊരു 3 മാസം ഞാൻ ശരിക്കും അധ്വാനിച്ചിട്ടും ഒരു പണിയും നടന്നില്ല. എന്നാൽ തിരിച്ചു കൊണ്ടുപോയി കൊടുക്കാമെന്നോട്ട് പോരാ. അല്ല, പണി നടന്നില്ലെന്ന് പറഞ്ഞാൽ ആന ഒരു വകം ചെയ്യല. നമ്മൾ പറഞ്ഞാൽ തല്ലുകാലും ചെയ്ത് ഒന്നും ചെയ്യല. അപ്പൊ അത് വഴക്കായിരുന്നു എന്റെ വിഷയം. അതെങ്ങനെയായിരുന്നു ചേട്ടൻ അനുസരിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ഒരു കാര്യവും നടക്കാല. വെള്ളത്തിൽ പോയാൽ അവിടെ നെറ്റോളും. പിന്നെ തടി വലിക്കാൻ പോയാൽ അത് വലിക്കില്ല, കളഞ്ഞിട്ട് പോവും, ആളെ ഓടിക്കും. ഇത് തന്നെ പരിപാടി. അങ്ങനെ ഒരു 3-3.5 മാസം ഞാൻ അധ്വാനിച്ചിട്ട് ഒരു കളിയും നടന്നില്ല. അത് ഏതായാലും തിരിച്ചു കൊടുക്കാൻ കൊണ്ടുപോവുക. കൊണ്ട് കൊടുത്തേക്കാം, നമ്മൾ വെറുതെ പാഴ്പണി ചെയ്യണ്ടെന്ന് പോയപ്പോൾ ഞങ്ങൾ പൂവത്തോട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്, ഇതിന് അടുത്തൊരു 2 കിലോമീറ്റർ അപ്പുറത്താണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഷാപ്പുകാരൻ പറഞ്ഞു ഇവിടെ ഒരു പുതിയ പെര പണിയുന്നുണ്ട്, ഈ തടി ഇച്ചിരി 5-6 ഇറക്കി തന്നേച്ച് പോകാൻ പറഞ്ഞു. അപ്പോൾ ഇയാൾ നമ്മളെ പൊക്കോട്ടെ എന്ന് ഓർത്ത് പറയുന്നത്. ഞാൻ പറഞ്ഞു ഒരു ദിവസത്തെ കൂലി തരണം, അങ്ങനെയാണെങ്കിൽ പണിയാണ്. അന്ന് 400 രൂപ ഒരു സാധന ഫുള്ളായിട്ട് പണിയുന്നതിന് കാശ്. അതായത് പറഞ്ഞ് തരാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്ന് വരെ നമ്മൾ പണിതുകൊണ്ടിരുന്നു വേറൊരാളെ കയറ്റി വെച്ചാൽ ഈ താഴെ ഈ ബഹളം കാരണം വേറൊരാളെ കയറ്റി. അന്ന് എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ കയറാം. അങ്ങനെ ഞാൻ പൊക്കത്തിൽ കയറി ഒരു 1.5 മണിക്കൂറൊക്കെ കയറുന്ന കുത്തി കളിച്ചു. 1.5 മണിക്കൂർ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അംഗം വെട്ടിയിട്ട് പിന്നെ പണി നടന്നു. ഒരു 3 മണിയായപ്പോഴത്തേന് ആ മരം മുഴുവൻ വലിച്ചു വെച്ച് പുള്ളി ഒരു ദിവസത്തെ കാശ് നിന്നു. അപ്പം ഞാൻ ആന ഉടമസ്ഥൻ്റെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് വേണം. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ കയറിയ പണിതോളൂ. അതുവരെ അംഗം വെട്ടി. കാരണം ഇതിനകത്ത് വേറെ ആൾക്ക് കയറാൻ ഇതിനെ കയറ്റി വിട്ടേച്ച് നോക്കിക്കാതെ താഴെ പ്രശ്നമുള്ള കാരണം നമുക്ക് അങ്ങനെ പൊക്കത്തിൽ കയറാൻ പേടിയാണ്. ഇത് ചട്ടക്കാരൻ മുകളിൽ കയറി ആന താഴെ നിൽക്കുന്നവരെ ഓടിക്കുന്നതാണ് ഇതിൻ്റെ ഈ ആനയുടെ സ്വഭാവ രീതി അതാ. അപ്പം ഞാൻ ഇത് കയറിയ ആരെങ്കിലും ഓടിക്കുമല്ലോ എന്ന്. അപ്പം ഞാനൊന്നും വലിയ പ്രായമുള്ള ആളല്ല, അത് വിശ്വസിച്ചു. പക്ഷേ ഇത് വരട്ടെ എന്നോർത്ത് ഞാൻ കയറി. അങ്ങനെ അവിടെ വിജയിക്കാൻ. പിന്നെ പണി എഴുന്നള്ളിപ്പ് നോക്കണ്ട, 9.25 അടി പൊക്കമുള്ളതാണ്. ഇഷ്ടം പോലെ എഴുന്നള്ളിപ്പ്, ഇഷ്ടം പോലെ പണി. അതിനെ കൊണ്ട് ആദ്യം തൃശ്ശൂർ ഭാഗത്തേക്ക് എഴുന്നള്ളിപ്പിനാൻ തുടങ്ങി. അതുവരെ നമ്മുടെ ഈ കോട്ടയം ജില്ലയിലുള്ളവർ 4 മണിയാകുമ്പോൾ തടി വലിക്കാൻ പോവുകയുള്ളൂ. അത് പണി നിർത്തി വീട്ടിൽ പോകും, പരിപാടി നിർത്തി പോകാമല്ലോ അവർക്ക്. പിന്നെ എഴുന്നള്ളിപ്പ് ഈ ഭാഗത്തുള്ള എഴുന്നള്ളിപ്പേ ഉള്ളൂ. ഞാൻ ആദ്യം ഈ ഭാഗത്തുനിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് എഴുന്നള്ളിപ്പിന് വന്നത്. അങ്ങനെ ആന നല്ല വിജയമായിരുന്നു എനിക്ക്. അവസാനം അതിനെ പിന്നെ തൃശ്ശൂർ എഴുത്തച്ഛന് കൊടുത്തിട്ട് പോരും 4-ാം വർഷം. അവിടെ പേര് മാറിയോ? ഇല്ല, ഗോപി തന്നെയാണ്, എഴുത്തച്ഛൻ ഗോപി തന്നെയാണ് പേരിലറിയാം. അപ്പോൾ ആന മതമ്പാടായാലും എനിക്ക് പണിയുകയും ചെയ്യാം, എഴുന്നള്ളിക്കുകയും ചെയ്യാം, എല്ലാം ചെയ്യാം. അന്ന് ഈ ഭരണങ്ങാനത്ത് അമ്പലത്തിൽ ആറാട്ട് എഴുന്നള്ളിച്ച് വരുന്ന സമയത്താണ് ഇവർ വരുന്നത്, എഴുത്തച്ഛൻ വരുന്നത്. പിന്നെ അവർ വിടാതെ ഇതിൻ്റെ പുറകെ ഉണ്ടായിരുന്നു. എനിക്കറിയത്തില്ല. ഉടമസ്ഥൻ ആനയെ വിൽക്കണമെന്ന് പറഞ്ഞാൽ നമുക്കിത് തടസ്സപ്പെടുത്താൻ പറ്റുകയല്ലോ. അപ്പോൾ അവരങ്ങനെ കൊടുത്താൽ 1 ലക്ഷം രൂപയ്ക്ക് അതിനെ കച്ചവടമാക്കി. അന്നൊരു പക്ഷേ ആദ്യമായിരിക്കും 1 ലക്ഷം രൂപ വിലയെന്ന് പറയുന്നത്. അപ്പോൾ അവർ കൊണ്ടുവന്ന് കണ്ടോണ്ടിരിക്കുകയാണ്. അവരിങ്ങനെ കൂട്ടത്തിലുണ്ടായിരുന്നത് നമുക്കറിയത്തില്ല. അവർ 3 പേരെ 4 പേരെ ആ കാറെ കാണും എപ്പോഴും. അപ്പോൾ ഒരാൾ അതിൻ്റെ ആനയുടെ കൂട്ടത്തിൽ നിൽക്കും. ഒരാളെന്ന് പറഞ്ഞാൽ ഒരാൾ പിന്നെ വേറൊരു ദിവസം ഇങ്ങനെ പിറ്റേ ദിവസം ഇറങ്ങും. അങ്ങനെ കറങ്ങി ഇതിൻ്റെ പണിയും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം കണ്ടിട്ട് അവരതിനെ 1 ലക്ഷം രൂപയ്ക്ക് കച്ചവടമാക്കി. അന്നത്തെ നല്ല വിലയല്ലേ? നല്ല ഓവർ വില, ഭയങ്കര വില. ഇന്നത്തെ 5 കോടി എന്ന് പറയുന്നത്, അന്നത്തെ 1 ലക്ഷം രൂപ ഭയങ്കര വിലയായിരുന്നു. അങ്ങനെ ഞാൻ ചോദിച്ചേട്ടാ, അന്ന് ഈ 1 ലക്ഷം രൂപയ്ക്ക് എടുത്തിട്ട് അവർക്ക് തൃശ്ശൂരാണെങ്കിൽ അത് പൂരം വെച്ച് പോലാക്കാം. അന്ന് അവിടെ അതിനും കാശുണ്ട്. ഇന്നും അവിടെ തന്നെ പൈസ ഉള്ളു. പൂരത്തിന് ഇവിടെ എല്ലാം ഈ സാമ്പത്തികം കുറഞ്ഞ ക്ഷേത്രങ്ങളാണ്. കോട്ടയം ജില്ലയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമേ ഇല്ല, സാമ്പത്തികമുള്ള ക്ഷേത്രങ്ങളില്ല. നിത്യപൂജയ്ക്ക് തന്നെ ക്ഷേത്രങ്ങൾ അല്ല ഒരുപാടുണ്ട്. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇത്രയും പൈസ കൊടുത്തിട്ട് ഈ കണ്ടമാനം കൊണ്ടുവരാനില്ല, അതിന് പൈസയില്ല. അതുകൊണ്ടാണ് ഇവിടുത്തെ കൂലി കുറവ്. അവിടെ അതല്ല, അവിടെ ജനങ്ങൾ പിരിവെടുക്കുക. പിരിവെടുത്ത് അവർ ഈ ആനയ്ക്ക് ആവശ്യം വരെ കിട്ടുന്നിടം വരെ അവർ ആ പൈസ പിരിച്ചുകൊണ്ടിരിക്കും, ഉണ്ടാക്കുകയും ചെയ്യും. അങ്ങനെയാണ് ആനകളെ കൊണ്ടുവരുന്നത്. അല്ല, എല്ലാം ക്ഷേത്രങ്ങളല്ല തൃശ്ശൂർ ഭാഗത്ത് ആന നാട്ടുകാരാണ്, ദേശക്കാരാണ്. അപ്പോൾ അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ക്ഷേത്രത്തിന് അറിയേണ്ട ദേശക്കാരുണ്ടാക്കിക്കോളൂ. നമ്മുടെ ഇവിടെ ദേശക്കാരില്ല, എല്ലാം ദേവസ്വം മാത്രമാണ്. അപ്പോൾ അവിടെ പാടുകൂടും നടക്കല്ല. അപ്പം അങ്ങനെയാണ് നമ്മുടെ അർജുനൻ്റെ ഗോപിയുടെ ചുള്ളക്കൽ ഗോപിയുടെ ഓർമ്മ. അത് എത്ര 3 വർഷമുണ്ട്? എത്ര? 3 വർഷം. 3.5 വർഷം 4 വർഷത്തിനടുത്തുണ്ടായിരുന്നു. അതിനെ അവിടെ കൊണ്ട് കൊടുത്തിട്ട് പോകും. അത് കഴിഞ്ഞ് പിന്നെയാണോ മറ്റേ നടക്കൽ ഗണേശൻ വരുന്നത്? അത് കഴിഞ്ഞാണോ?
അത് കഴിഞ്ഞ ആൾ കഴിഞ്ഞ് അടയ്ക്ക ഗണേശൻ. 2 ഗണേശനും ഒരു അർജുനനും. വീണ്ടും ഒരു അർജുനൻ വന്നല്ലേ? അതൊരു 6 കൊല്ലത്തോളം ആ ആനകളെ ഞാൻ കൊന്നാണ്. പിന്നെ അതിൽ ആ ഗണേശനാനെ 2നെയും പുള്ളി വിറ്റ്. അത് ഒന്നാണ് ഈ ഉണ്ടഗണേശൻ, വാഴയിൽ ഉണ്ടഗണേശൻ, ആ ഭൂലോക ഇളമ്പ. അത് അങ്ങനെ ഒരാന ഉണ്ടായിരുന്നു, വല്ലാത്തൊരു തലവേദനയുള്ള ഒരാന. അത് അന്ന് അത്രയും കുഴപ്പമില്ല, എഴുന്നള്ളിച്ചോണ്ടിരുന്നാണ്. പിന്നെ എഴുന്നള്ളിപ്പ് പറ്റാതെ തോന്നി. അന്ന് ഇത്ര ഉടക്കുപുള്ളിയുടെ രീതികൾ എങ്ങനെയായിരുന്നു? എങ്ങനെ അത്ര ഉടക്കം തന്നെയാണ് കാര്യങ്ങൾ ആനയ്ക്കോ? ഗണേശനാ അപ്പം ഞാൻ നിൽക്കുന്നിടം വരെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇവിടെ പോകും. പുള്ളിയുടെ രീതി എങ്ങനെയായിരുന്നു ചേട്ടാ? പുള്ള രീതി തന്നെ നമ്മൾ മരത്തിൽ നിന്ന് അഴിക്കുമ്പോൾ തൊട്ട് സൂക്ഷിക്കണം. എപ്പോഴും മുകളിൽ ഒരാൾ വേണം. എല്ലാ ദിവസവും ഓരോ കൊട്ട് കൊടുക്കണമല്ലോ? എന്ന് ഓരോ കൊട്ട് കൊടുക്കാതൊന്നും കളി നടക്കുകയില്ല. അത് ഒത്തിരി ഒന്നുമില്ല, അഴിക്കാൻ നേരത്തെ ചെറിയ കൊട്ട് കൊടുത്താൽ മതി. അത് കൊടുക്കാതെ അഴിച്ചാൽ അന്ന് പറ്റിക്കും. ഇതായിരുന്നു പരിപാടി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മാറി കഴിഞ്ഞ് അതിനെ വിറ്റിട്ട് ഞാൻ മാറി വരും. ചേട്ടൻ്റെ കയ്യിരുന്നപ്പോൾ എന്തെങ്കിലും പ്രശ്നം? ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. എഴുന്നള്ളിപ്പം പണിയെല്ലാം കൃത്യമായിട്ട് എടുത്തിരുന്നു. അല്ല, പുള്ളി തെറ്റിത്തുറങ്ങണതിൻ്റെ ഒരു രീതിയൊക്കെ എങ്ങനെയായിരുന്നു? പുള്ളി ദേഷ്യം വരുന്നതിൻ്റെ ഒരു വരുന്നതിന് കാരണമൊന്നുമില്ല. നമ്മൾ തടിയെടുക്കാൻ പോവുകയാണെങ്കിൽ അതൊരു ശകലം ഒന്ന് വലിച്ചു വെച്ചാൽ അതങ്ങ് കളയും, മാറി അങ്ങ് നിൽക്കും. അപ്പം നമ്മൾ എന്തെങ്കിലും ബലവിച്ചാൽ അടുത്ത മരം തള്ളി ഇടുക, പിന്നെ അങ്ങോട്ട് തുടങ്ങുകയാണ്. ഇതായിരുന്നു പരിപാടി. ശരി. ഞാൻ ഒരു 5 മിനിറ്റ് വിട്ടു കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ പരിധിക്ക് കൊണ്ടുപോകും. 5 മിനിറ്റ് പുള്ളി നടത്തിക്കോട്ടെ കൊടുക്കും. 5 മിനിറ്റ് പുള്ളി നടത്തിക്കോട്ടെ അല്ലേ? നടത്തിക്കോട്ടെ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പഠിക്കുന്നതിനെ പോകണം. അങ്ങനെയായിരുന്നു എൻ്റെ ഇളവ്. ഈ ആന വിറ്റ് പേര് മാറി എവിടെയെങ്കിലും വടക്കെവിടെയെങ്കിലും പോയിട്ടുണ്ടോ? അങ്ങനെ ഈ ഭാഗത്തൊന്നും അല്ലാതെ അത് വിറ്റ് വേറെ എങ്കിലും പേരിൽ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിട്ടൊക്കെ? അല്ല, ഗണേശൻ തന്നെയാണ് അത്. ഗണേശൻ, ഉണ്ട ഗണേശൻ. അത് ഇവിടെ തന്നെയാണ്. പക്ഷെ ഞാൻ ഉണ്ട ഗണേശൻ എന്നുള്ള കേട്ടിട്ടുണ്ട്. എവിടെയോ ഉണ്ട ഗണേശൻ തെരുവത്ത് നിന്നു, പിന്നെ കോഴിക്കോട് ഒരു വീട്ടിൽ നിന്നു. അതിന് പിന്നെ ഈ അമ്പാറ വാഴക്കാർ മേടിച്ചു. ഇവിടെ ഒന്നാ ചത്തുപോയി. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് വഴക്കുള്ള ആന. എപ്പോഴാണെന്ന് ഓർമ്മ വരുന്നില്ല, ആരാ പറഞ്ഞെന്ന് ഓർമ്മയില്ല. എവിടെയോ പറഞ്ഞു. തെരുവത്തി എറിയാച്ചൻ മേടിച്ചു. ഇവിടെ ഉഴവൂനപ്പം തെരുവത്തി എറിയാച്ചൻ അങ്ങനെ ഉടമസ്ഥൻ ഉണ്ടായിരുന്നു. ഉള്ളടിയിലായിരുന്നു അവിടെ കാലം. ശരി. അത് കഴിഞ്ഞ് ഞാൻ വാഴ മേടിച്ച്, വാഴ ബെന്നി എന്ന് പറഞ്ഞ ആൾ മേടിച്ച് ചത്തുപോയാണ്. ഇത് എത്ര അടി ഉണ്ടായിരുന്നു? അത് 9 അടിയേ ഉള്ളൂ. കഷ്ടിയുള്ളൂ. പക്ഷേ 9 അടി എന്ന് പറഞ്ഞാൽ അതിൽ ജീവൻ എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റും. അത്ര ആരോഗ്യം. ഊരല്ലേ? അതായത് ഒരു 150 കുഴിക്കടി മരം വലിച്ചുകൊണ്ട് നടന്നു വരും. 150 കുഴിക്കടി മരം എന്ന് പറയുമ്പോൾ ഒരു 18 കുഴിക്കടി ഒരു ടണ്ണ് വരും. അപ്പോൾ 150 കുഴിക്കടി ഉണ്ട്. അത് പിടിച്ചു നോക്കുമെന്ന് പറയുമ്പോൾ അതിൻ്റെ പല്ലിൻ്റെ ബലം ആലോചിക്കും. പല്ലിലല്ല ഇത് വരുന്നത്. ആ പല്ലിൻ്റെ ബലം ആലോചിച്ചു പഠിച്ചു നോക്കുമായിരുന്നു. അത് ഈ ശരിക്കും പറഞ്ഞാൽ അത് ഓരോ മനുഷ്യർക്കും ഓരോ ആരോഗ്യമുണ്ട് എന്ന് പറഞ്ഞാൽ ആനകൾക്കുണ്ട്. പിന്നെ സംരക്ഷിക്കുന്നതന്നെ ഉണ്ട്. അതെ. പിന്നെ കുഞ്ഞിലേ ഉള്ള നോട്ടം, തീറ്റ, അല്ലേ? തീറ്റ. പിന്നെ അതിൻ്റെ ഒരു ഇതിനെ കൊണ്ട് നടക്കുമ്പോൾ ഞാൻ പറഞ്ഞ രാവിലെ നമ്മുടെ ശരീരം പോലെ അതിനെ കാക്കുക. അതിനെ കാത്തു കഴിയുമ്പോൾ അത് ആരോഗ്യത്തോടു കൂടി ഇരിക്കുമെന്നുള്ളത്. നല്ല ഭക്ഷണം കൊടുക്കുക, അതിന് തിന്നാൻ പറ്റുന്നത് കൊടുക്കുക. അപ്പോൾ ആനയ്ക്ക് ആരോഗ്യം എന്നും നിലനിൽക്കും. ചേട്ടൻ്റെ ആനയുടെ മരുന്നുകളെ കുറിച്ച് അച്ഛൻ പറഞ്ഞതാണ്. കുറേയെല്ലാം അറിയാം. തൽക്കാലം ഒരാവശ്യം വന്നാൽ ഒരു ഡോക്ടറെ കാണാനൊന്നും ഞാൻ പോവുകയില്ല. അത് ഇവിടെ തന്നെ. തൽക്കാലമൊന്നും അല്ല, ചേട്ടൻ ഡോക്ടറെ വിളിച്ച ചരിത്രം കുറവാ. ഞാൻ അന്വേഷിച്ചപ്പോ ആരെ ചെറുതാക്കി ഡോക്ടേഴ്സിനെ ചെറുതാക്കി പറയല്ല. ഡോക്ടർമാർ അവരെ അറിവുള്ളവരാണ്. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് അത്യാവശ്യം എന്നല്ല, നമ്മുടെ വേറെ രീതിയല്ലേ. അവരുടെ അലോപ്പതി നല്ല രീതിയാണ്. നല്ല ഡോക്ടർമാരുണ്ട് ഇപ്പോഴും ഉണ്ട്. അവരുമായിട്ട് നല്ല പരിചയമുള്ള ആൾക്കാരും ഉണ്ട്. പിന്നെ ഞാൻ എൻ്റെ പരമാവധി ഞാനത് ഈ ഡോക്ടർമാരെ പങ്കെടുപ്പിക്കാതെ നോക്കും. നമ്മുടെ ഒരു അറിവ് വെച്ച് പറഞ്ഞാൽ വന്നെങ്കിൽ മാത്രമേ അവരെ കൂട്ടാറുള്ളൂ. അതെ, തലമുറയായിട്ട് ഒന്നാമത്തെ കാര്യം ഇത് നമ്മൾ ഇത് ആരംഭത്തിൽ ഇത് കണ്ടെത്തുക എന്നുള്ളത്. ആനയുടെ രോഗം എന്താണെന്ന് കണ്ടെത്തുക. അപ്പോൾ ചെറിയൊരു മരുന്ന് തീരും. ഇത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ആനയ്ക്ക് എന്തെങ്കിലും കണ്ടവാനായതിന് ശേഷമാണ് ഉടമസ്ഥനെ വിളിച്ച് വിവരം പറയുന്നത്. ഉടമസ്ഥൻ അവിടെ ഇരുന്ന് ഡോക്ടറെ വിളിക്കും. അതിന് വയറ്റിൽ വേദനയാണ്, മരുന്ന് കൊടുക്കുക. ഡോക്ടർമാർ വന്ന് ഈ ആനക്കാരെ കാണുക. എന്നിട്ട് അവരൊന്ന് മരുന്ന് ചെയ്തേച്ചു. അവിടെ വിഷയം ആനക്കാരെ കണ്ട് അവരോട് വിവരം ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചു. നമ്മളിപ്പോൾ ആശുപത്രിയിൽ ചെന്നാലും രോഗവിവരങ്ങൾ ചോദിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇപ്പോൾ അതില്ല. അതാണ് ഈ ആനകൾക്ക് കൂടുതൽ ദോഷം വരുന്നത്. ആനക്കാരനും അപ്പോൾ അറിയാവുന്ന ആനക്കാരും ഇല്ല. എന്താ പ്രശ്നമല്ല, എന്താ അതിൻ്റെ കാരണം പറയാനറിയാവുന്നവരും കുറവാണ്. ആനയ്ക്ക് എന്തെങ്കിലും രോഗം കാണുമ്പോഴേ നമുക്ക് ഇന്നതായിരിക്കും എന്നൊരു കണക്കൂട്ടലുണ്ടെങ്കിൽ പകുതി ആനകളുടെ രോഗം മാറും. അർജുനൻ ഈ പറഞ്ഞ പോലെ കൂടുതൽ വർഷം ഉണ്ടായിരുന്നല്ലോ അല്ലേ?
അത് കുറച്ച് കൊല്ലങ്ങളുണ്ടായിരുന്നു. ആ ആ അതെന്നൊക്കെ അവിടെ ഒഴിവായി. അല്ല, അർജുൻ്റെ പ്രത്യേകതകൾ ചേട്ടനീ ഉള്ള ഞാനും പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രാവശ്യം കുറച്ച് ബഹളമുള്ള ഒരു ആന കയറി കഴിഞ്ഞാൽ പിന്നെ ഏകദേശം നമ്മൾ ഇറങ്ങണ വരെ അത് തന്നെ ആയിരിക്കും വിധി അല്ലേ? നല്ല തിരക്കുള്ള നല്ല ബഹളമുള്ള ആനകളെ, വഴക്കുള്ള ആനകളായിരിക്കും നമ്മൾ ആദ്യം നിർത്തുന്ന അതേ സമയം വരെ അതായിരിക്കും അതേ കിട്ടുള്ളൂ. അത് കിട്ടാനാ സാധ്യത. എല്ലാവർക്കും അങ്ങനെ ഗതികളുണ്ട്. ഈ പണിക്കാർക്ക് എല്ലാവർക്കും ഉള്ള ഗതികളാണ്. അതായത് 53 കൊല്ലം ഒറ്റത്തട്ട ആന കയറികളാണ് ഞാൻ. മടുത്തു അവസാനം. പിന്നെ പണി ഇല്ലാണ്ട് വന്ന് നമുക്ക് പോകാതിരിക്കാൻ പറ്റിയല്ലോ എന്നോർത്ത് വീണ്ടും പോയി അടിക്കും. അത് കിട്ടുന്നല്ല ഈ സൈസാ. ആ ഒരു ചട്ടം മാറ്റി പിടിക്കാൻ നമുക്ക് പറ്റൂല ശരിക്കും. ആന സമ്മതിക്കില്ല. ആക്കി കൊടുത്താൽ സന്തോഷം. ഒരാളും കൂടെ ഒന്ന് കൊണ്ടു നടക്കാൻ പറ്റുവാണെങ്കിൽ നമുക്കൊരു സന്തോഷം. പക്ഷേ സമാനങ്ങൾ സമ്മതിക്കാതെ വരും. നമുക്ക് അതാണ് നമ്മുടെ ഒരു ഈ പറഞ്ഞ പോലെ ആന പണിയിലുള്ള ഏക പ്രശ്നം അതാണ്. കാരണം നമുക്ക് ഒറ്റച്ചട്ടമുള്ള ആന ഉണ്ടെങ്കിൽ അത് പിന്നീട് നമുക്ക് ഒരു പരിപാടി നടക്കുമല്ലോ. ഒന്നും നടക്കുകയല്ല. ഒരു അമ്പലത്തിൽ കയറി 6 മണിക്കൂറൊക്കെ ഇതിനകത്ത് നിൽക്കുമ്പോൾ മൂത്രമൊഴിക്കാൻ പോലും പറ്റൂല. ഒരു മാർഗവും ഇല്ല. അതിന് വെള്ളം കുടിക്കാതെ നിൽക്കും. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു അത്ര വഴക്കൊന്നും ഇല്ലാത്ത അങ്ങോട്ടും ഇങ്ങോട്ടും മാറാവുന്ന ഒരു ആന ഒന്ന് കയറാമെന്ന് ആഗ്രഹമുണ്ട്. സുഖം അതാണ്. ആഗ്രഹിച്ചിട്ടുണ്ട് വളരെ. ആരെയും തരണ്ടേ. അതെ. ചെല്ലു പറയും എനിക്ക് ഭയങ്കര ഇതുള്ള ആനകളാണ് ഇഷ്ടമെന്ന് പറയും. ഒരു കാര്യമില്ല. ആ ഇഷ്ടമൊക്കെ കുറച്ച് നാളത്തെ തന്നെ ഉള്ളൂ. അത് കഴിയുമ്പം നമ്മൾ മനസ്സ് നൊന്തു പ്രാർത്ഥിച്ചു പോകും. ആ ആന ആർക്കേലും ഒരാൾ കൂടി ഒന്ന് വഴിയായി കിട്ടിയായിരുന്നെങ്കിൽ ഒന്ന് കൈമാറാനും നമുക്ക് ഇഷ്ടത്തിന് നടക്കാനും. നേരം ഒന്ന് മാറിയച്ച് ഒരു മൂത്രം ഒഴിച്ചിട്ട് വരാൻ, ഒരു ആഹാരം കഴിക്കാൻ ഒന്നും നടക്കില്ല. അതായിരുന്നു അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് ഈ നടക്കാലിന് രണ്ട് ഗണേശനും ഒരു അർജുനും ഉണ്ടായിരുന്നു. ആ 3 ഒരേ സമയത്ത് വെച്ച്. ആ സമയത്ത് ഇവിടെ ചുറ്റുവട്ടുണ്ടായിരുന്ന അറിയപ്പെടുന്ന ആനകളൊക്കെ ഏതൊക്കെയായിരുന്നു? അറിയപ്പെടുന്ന ആനകൾ പാമ്പാടിയൊക്കെ അല്ലായിരുന്നു. പിന്നെ പാമ്പാടി ഇവിടെ അല്ല, അപ്പുറത്താണെങ്കിൽ അന്നൊന്നും വളർന്നിട്ടില്ല. ചെറുതാ, തീരെ. അന്ന് എനിക്കിവിടെ കൂപ്പിലൊക്കെ അല്ലായിരുന്നു. അത് കൂപ്പിലതിനെ പണി പഠിപ്പിക്കാനായിട്ട് തമിഴ്നാട്ടിലാണ് പോയത്. കൊല്ലംകാരന് തുളസീന്ന് പറഞ്ഞൊരു മര വ്യാപാരി ഉണ്ടായിരുന്നു. അത് കൂപ്പുണ്ടായിരുന്നു തമിഴ്നാട്ടിൽ, കൊടൈക്കനാലിൽ. ഇപ്പോൾ അവിടെ അതിനെ കൊണ്ട് പണി പഠിപ്പിച്ചത്. ഞാൻ അവിടെ 2 ആനയായിട്ട് ഞാൻ അവിടെ പണിയാൻ ചെന്നു. കൊടൈക്കനാലിൽ ആന നിൽക്കാറ് തണുപ്പ് കൂടുതൽ. താഴെ ഊത്തെന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ നിൽക്കുക. ഊത്ത്, പെരുമ്പ്ര, പന്നേക്കാട് ആ ഭാഗത്ത് ആന നിൽക്കാൻ പറ്റും. അവിടെ ഓവർ തണുപ്പില്ല. അവിടെ ഞങ്ങൾ ആനയൊക്കെ നിൽക്കുന്നത്. മുകളിൽ പോയി പണിയാൻ പോയാലും തിരിച്ച് അവിടെ കൊണ്ടുവന്നേ കെട്ടുള്ളൂ, തണുപ്പ് കുറയ്ക്കാൻ വേണ്ടി. അങ്ങനെയൊക്കെ തിരിച്ചു പോരും, അവിടെ കൊണ്ടുവന്ന് കെട്ടും. ചേട്ടൻ്റെ കയ്യിലുള്ള ആന ഏതായിരുന്നു? എൻ്റെ കയ്യിൽ അന്നുണ്ടായിരുന്ന എലഞ്ഞുമറ്റ ആനകളൊക്കെ ഉണ്ട്. എലഞ്ഞുമറ്റൻ, ജയരാമനൊക്കെ. അല്ല, അന്ന് ഗണേശാനങ്ങളുടെ നടക്ക ഗണേശനായിട്ട് അവിടെ പോയത്. ശരി. അന്ന് ഈ ആന അവിടെ പണി പഠിപ്പിക്കുന്നേ ഉള്ളൂ. പാമ്പാടി അന്ന് തീരെ ചെറുതാ പാമ്പാടി. അന്നേരം 9 ഉണ്ടോ? 9 ഇല്ല, 7 അടി. കുഞ്ഞല്ലേ? തീരെ കുഞ്ഞാണ്, 7 അടി. ഒരാളിന്റെ വലിപ്പമുള്ള. അന്ന് എനിക്ക് തോന്നുന്നു എഴുന്നള്ളിപ്പ് ഉണ്ടായിരുന്നു. നാട്ടിൽ എഴുന്നള്ളിക്കാനൊക്കെ പോകുമായിരുന്നു പുള്ളി. തടിപ്പടയായിരുന്നു കൂടുതൽ അല്ലേ? തടിപ്പടയായിരുന്നു കൂടുതൽ. അല്ല, അതിനെ അന്ന് പണി പഠിപ്പിക്കുക. അന്ന് പഠിച്ചുകൊണ്ട് മാറ്റാനൊന്നും അറിയില്ല. തടിയെടുക്കുക, കടിക്കുക, ഒറ്റ ഓട്ടമാ. തോന്നലേ പോകും. അങ്ങനെയാണ് അന്ന് ഈ മോളിൽ ഇരുന്ന കാലണിക്കല്ലേ പണിയിക്കുന്നത്. അപ്പൊ അന്ന് അതിന് കാലൊന്നും അറിയത്തില്ല. അതിനോട് പ്രായമായില്ലാണ്, തീരെ ചെറുതാ. അന്ന് മൃഗങ്ങളൊക്കെ ശല്യം ഉണ്ടായിരുന്നു അവിടെ കൂപ്പില്? എവിടെ മൃഗങ്ങളെ ശല്യം? ഞങ്ങൾ നിൽക്കുന്നിടത്ത് കാട്ടാനൊന്നും ഇല്ല. ഇല്ല, അവിടെ മറ്റുള്ള മൃഗങ്ങളൊന്നും ഇല്ല. ചെറിയ ചെറിയ ജീവികളൊക്കെ ഉള്ളു. പന്നി, മറ്റുള്ള ചെറിയ മുള്ളന, പൂരന്, മുയല, ഇതൊക്കെ അവിടെ ഉള്ളു. ചെറിയ ജീവികൾ, വലിയ ജീവിയൊന്നുമില്ല. അന്ന് പമ്പാടിയുടെ പാപ്പനാരായിരുന്നു? അന്നൊരു കുട്ടൻ നായരാ. അന്നത്തെ പുള്ളിയാ. പുള്ളി സുഖുവിന്റെ അച്ഛനാ. സൂചന, പാമ്പാടി സൂചന. അതെ, പാമ്പാടി.